പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളെയും സന്തോഷത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്ന ഒരു നല്ല കർത്താവ്. ഒരു മനുഷ്യൻ്റെ അഭിവൃദ്ധി ആരംഭിക്കുന്നത് ദൈവഭക്തിയോടുകൂടെയാണ്. ഒരു മനുഷ്യൻ്റെ അഭിവൃദ്ധി ആരംഭിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു 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 വളർച്ചയുടെ ആരംഭം എന്ന് പറയുന്നത് ദൈവഭക്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. യഹോവ ഭക്തിയുടെ പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു എന്ന് സദൃശവാക്യങ്ങളിൽ പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രതിഫലം നൽകുന്ന ഒരാത്മാവാണ്. ഒന്ന് പറഞ്ഞേ, പ്രതിഫലം നൽകുന്ന ഒരാത്മാവ്. പ്രതിഫലം നമുക്ക് വരുന്നത് പണമായിട്ട് മാത്രമല്ല, പ്രതിഫലം നമുക്ക് വരുന്നത് പദവികളായിട്ട് മാത്രമല്ല, പ്രതിഫലം നമുക്ക് വരുന്നത് മറുപടികളായിട്ട് മാത്രമല്ല, നമുക്ക് മഹത്വമായി ദൈവം നമ്മുടെ മേൽ വെളിപ്പെടുന്നത് പോലും ദൈവത്തിൻ്റെ പ്രതിഫലമാണ്. മഹത്വമായി ദൈവം തൻ്റെ മഹത്വമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് പോലും ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലമാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രതിഫലമാണ്. എനിക്ക് ഉറപ്പിച്ച് ഈ മീറ്റിങ്ങിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി പറയാൻ കഴിയും, ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ട് ആമേൻ പറയുന്നതിന് പോലും നിങ്ങൾക്ക് പ്രതിഫലം ഈ മാസം കഴിയുന്നതിന് മുന്നേ ഉണ്ടാകാൻ പോകുന്നു. ഈ മാസം കഴിയുന്നതിന് മുന്നേ ഉണ്ടാകാൻ പോകുന്നു. ഈ മാസം കഴിയുന്നതിന് മുന്നേ ഉണ്ടാകാൻ പോകുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ സ്വീകരിക്കാനായി, ദൈവത്തിൻ്റെ പ്രതിഫലം സ്വീകരിക്കാനായി അവിടുന്ന് നമ്മെ ഒരുക്കുന്നു. അനുദിനം അവിടുന്ന് നമ്മെ ഒരുക്കുന്നു. എങ്ങനെ ദൈവത്തിൻ്റെ പ്രതിഫലങ്ങൾ സ്വീകരിക്കാൻ ദൈവം നമ്മെ ഒരുക്കുന്നു, അതാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്പർ 1, ദൈവം തന്നെ തൻ്റെ ശുശ്രൂഷകരെ കൊണ്ട് നമ്മെ ഒരുക്കുന്നു. ഒരു വ്യക്തിക്ക് ദൈവം ഒരുക്കുമ്പോൾ അവൻ്റെ ലൈഫിൽ അവന് ആത്മീക വർധനവ് വരും. ദൈവം ഒരു വ്യക്തിയെ ഒരുക്കുമ്പോൾ ആത്മീയ വർധനവ് വരും. എന്നെ ആത്മീയ വർധനവ് വരുത്താൻ ഒത്തിരി മനുഷ്യർ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു പാശ്ചാത്യ സമുദായ പശ്ചാത്തലത്തിനകത്ത് നിന്ന് വന്ന ദൈവം കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്നെ ഒത്തിരി പേർ ഒരുക്കാനായിട്ട്, മനുഷ്യർ എന്നെ ഒരുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാൻ ഒരുങ്ങിയില്ല. അതിലധികം വാശിയോടെ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതിൽ അധികം അടിയുറച്ചു നിന്നൊരു മനുഷ്യനാണ്. എന്നാൽ ദൈവം എന്നെ ഒരുക്കിയപ്പോൾ, ദൈവം എന്നെ ഒരുക്കിയതിനകത്ത് ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ടായിരുന്നു. ദൈവം ഒരുക്കിയതിനകത്ത് ഭയങ്കര ബ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ധൃതി കൂട്ടരുത്, വെപ്രാളം കാണിക്കരുത്. ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ധൃതി കൂട്ടരുത്. ഒരു പോയിൻ്റ് കൂടെ മനസ്സിലാക്കിക്കോ, എന്തെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു റിട്ടേൺ തരാൻ വൈകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നേരെ നോക്കരുത്, നിങ്ങൾ നിങ്ങൾക്ക് നേരെ നോക്കുക. ഞാൻ എൻ്റെ കാര്യത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, യഹോവ ഭക്തിയുടെ പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ശരി, ദൈവത്തിനൊരു പ്രതിഫലം ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ആ പ്രതിഫലം ദൈവത്തിങ്കിലേക്ക് നാം നോക്കി അത് പ്രാപിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കരുത്. ആ പ്രതിഫലം ഡിലേ ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് നോക്കരുത്, മറിച്ച് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുക. ദൈവം ആഗ്രഹിക്കുന്ന എന്തോ ഒരു അലൈൻമെൻറ്റും കൂടെ നമ്മിൽ കറക്റ്റാകാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. എന്നോട് പ്രവാചകന്മാർ പറഞ്ഞ ഡേറ്റുകൾ പലതും മാറിയിട്ടുണ്ട്. പക്ഷെ അത് പ്രവാചകന്മാർ പ്രവചിച്ചത് തെറ്റിയതല്ല, എൻ്റെ അലൈൻമെൻറ്റ് തെറ്റിക്കിടന്നുണ്ടായിരുന്നു. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരേണ്ടത് ഒരുപക്ഷെ ഒരു 5 വർഷം മുന്നേ ആയിരിക്കാം. ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വരേണ്ടത് 5 വർഷം മുന്നേ ആയിരിക്കാം. ഒരുപക്ഷെ ഞാൻ ഇന്നത്തെ തീയതിയിൽ ഇപ്പം നിൽക്കുന്നതിനേക്കാൾ വലിയൊരു പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ട വ്യക്തി ആയിരിക്കാം. കുറച്ചുകൂടെ ഉന്നത നിലവാരത്തിൽ ഞാൻ ശുശ്രൂഷിക്കേണ്ട, ലോകരാജ്യങ്ങളിലൊക്കെ ദൈവം ഉപയോഗിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഉയരേണ്ട ഒരു വ്യക്തി ആയിരിക്കാം. ആയിരിക്കാം. പക്ഷെ അതെന്തെങ്കിലും വൈകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ അലൈൻമെൻറ്റിൻ്റെ പിശകെന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. കർത്താവ് ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ടൈം ദൈവം തെറ്റി ചെയ്ത ചരിത്രം ബൈബിളിലും ഇല്ല, അത് ദൈവത്തിൻ്റെ അജണ്ടയിലും ഇല്ല. എല്ലാം കൃത്യസമയം ചെയ്യുന്നവനെന്നാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നതും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിവരിച്ചതിന് ശേഷം പറയുന്നത്. അപ്പോൾ കൃത്യസമയം ചെയ്യുന്ന ഒരു ദൈവം ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് സാധിക്കും. ഒരാത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ
നിങ്ങൾ ധൃതി കൂട്ടരുത്. പകരം ദൈവത്തിൻ്റെ ശബ്ദത്തിന് നിങ്ങൾ വിധേയപ്പെടുകയും നെല്ലട വ്യത്യാസമില്ലാതെ അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ബൈബിൾ പറയുന്നു, ധനവും മാനവും ജീവനും നിന്നെ തേടി വരും, നിന്നെ തേടി വരും. കൊരിന്ത്യർക്ക് രണ്ടാമത്തെ അതിനുവേണ്ടി ദൈവം നമ്മളെ ഒരുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ്, നമ്മുടെ ആത്മീയ വർധനവ് നമുക്ക് വരും. നമുക്കൊരു ആത്മീയ വർധനവ് വരും. ആത്മീയ വർധനവാണ് ഒരു വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉയർച്ചയിലേക്ക്, നിങ്ങളൊരു ഭൗതിക ഉയർച്ചയ്ക്ക് ആഗ്രഹിച്ചാലും, ആത്മീയ ഉയർച്ചയ്ക്ക് ആഗ്രഹിച്ചാലും, സാമ്പത്തിക ഉയർച്ചയ്ക്ക് ആഗ്രഹിച്ചാലും, ജോലിയിലെ ഉയർച്ചയ്ക്ക് ആഗ്രഹിച്ചാലും, മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും ആ ഉയർച്ച സംഭവിക്കണമെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ സ്പിരിച്വൽ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ആയിരിക്കണം. ആമേൻ. അതിന് ദൈവം നമ്മളെ ഒരുക്കാൻ പല വഴികൾ ദൈവം ഉപയോഗിക്കും. അതിലൊന്നാണ് ശുശ്രൂഷകരാൽ കർത്താവ് നമ്മളെ ആത്മീയ വർധനവ് വരുത്തും. ശുശ്രൂഷകരാൽ. കൊരിന്ത്യർക്ക് രണ്ടാമത്തെ ലേഖനം പൗലോസിലേക്ക് എഴുതിയപ്പോൾ അതിൻ്റെ 12-ാമത്തെ അധ്യായം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 12-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 12-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിവാദിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ദൈവത്തിന് മുൻപാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീക വർധനവയ്ക്കായിട്ടത്രേ. ചില പ്രസംഗങ്ങൾ നമുക്കിഷ്ടപ്പെടണമെന്നില്ല, ചില ആശയങ്ങൾ കേൾവിക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ചില പരാമർശങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്ന ചില പരാമർശങ്ങൾ, ചില ആശയങ്ങൾ, ചില പ്രസംഗങ്ങൾ എല്ലാം ഒന്നും എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. കൊരിന്ത് സഭയിലും പൗലോസിൻ്റെ ചില പരാമർശങ്ങൾ, ചില ഉപദേശങ്ങൾ, ചില പ്രസംഗങ്ങൾ, ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത സഹോദരവർഗങ്ങളുണ്ടായിരുന്നു. അത് സഭയിലും ഉണ്ടാകും, വീട്ടിലും ഉണ്ടാകും, ചർച്ചിലും ഉണ്ടാകും, ദേശത്തും ഉണ്ടാകും, കോളേജിലും ഉണ്ടാകും, ഓഫീസിലും ഉണ്ടാകും. എല്ലായിടത്തും എല്ലാം സ്വീകരിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ സംസാരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിലാണോ സംസാരിക്കുന്നത് എന്നുള്ളതും, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഗൈഡൻസ് അനുസരിച്ചാണോ സംസാരിക്കുന്നത് എന്നുള്ളതുമാണ് ദൈവം ഒരു വ്യക്തിയെ വിധിക്കാതിരിക്കുന്നതിൻ്റെ മാനദണ്ഡം. പൗലോസ്ലീഹ സംസാരിച്ച സംസാരങ്ങളും പരാമർശിച്ച ചില കാര്യങ്ങളും, അവരെ തട്ടിവിലക്കിയ ചില കാര്യങ്ങളുമൊക്കെ, അവരോട് പ്രതിവാദിച്ചതിൻ്റെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവനാണോ ഒരാത്മീയൻ? ഇവനൊരാത്മീയനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമായിരുന്നോ? ഇവനൊരാത്മീയനാണെങ്കിൽ ഈ രീതിയിൽ സംസാരിക്കുമായിരുന്നു തുടങ്ങിയ ഒത്തിരി ആ ചിന്തകൾ അവരുടെയൊക്കെ ഉള്ളിൽ ഉണ്ടായി കാണാം. അതുകൊണ്ടായിരിക്കുമല്ലോ പൗലോസ് പറഞ്ഞത്, ഇത്ര നേരം ഞങ്ങൾ നിങ്ങളോട് പ്രതിവാദിക്കുന്നുവെങ്കിൽ. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഒരുപക്ഷെ എൻ്റെ പ്രസംഗങ്ങളിൽ ചിലർക്ക് വേദന ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കാം. ചില പരാമർശങ്ങൾ പാസ്റ്റർ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. ചില ആശയങ്ങൾ പാസ്റ്റർ അങ്ങനെ പറയേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കാം. എന്നോട് ഇന്ന് വരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനിങ്ങനെ പറയുന്നതാണ്. തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ എഫദാ ജീസസ് മിനിസ്ട്രീസിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്ന ആദ്യ നാൾ മുതൽ നിങ്ങളോട് ഞാൻ ഈ വചനം സംസാരിക്കുന്ന ഈ നിമിഷം വരെ ഒരൊറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. കർത്താവേ, എൻ്റെ വായിൽ നിന്നൊരു വാക്ക് പുറത്തേക്ക് പോകുന്നെങ്കിൽ അത് ജനത്തിൻ്റെ ആത്മീയ കേട് പരിഹരിച്ചിട്ട് ആത്മീയ വർധനവിന് ഉതകത്തക്കവണ്ണമുള്ളത് മാത്രമായിരിക്കണമേ. എൻ്റെ സ്വന്തം ലാഭത്തിനല്ലാതെ ദൈവത്തിൻ്റെ നാമ മഹത്വത്തിനായി അത് പ്രവർത്തിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടെയും ആത്മാർത്ഥതയോടുകൂടെയുമാണ് ഓരോ ദിവസവും ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കാൻ കയറിയിട്ടുള്ളതും ഇന്നുവരെ നിങ്ങളെ ശുശ്രൂഷിച്ചിട്ടുള്ളതും. അത് ദൈവം സാക്ഷി. പൗലോസിൻ്റെയും ഈ പ്രതിവാദങ്ങൾ എന്തിനായിരുന്നെന്ന് അറിയാമോ? ഇവരിൽ ഒരു ആത്മീയ വർധനവിന് തടസ്സം വരാൻ സാധ്യതയുണ്ട്. ഇവരിൽ
ഇവരിലുള്ള സ്വഭാവ രീതികൾ ഇവരിൽ ഒരു ആത്മീയ വർധനവ് വരാൻ തടസ്സമായി നിൽക്കുന്നതായിട്ട് പൗലോസിന് തോന്നിയത് കൊണ്ടാണ് പൗലോസ് അവരുടെ പല കാര്യങ്ങളും എടുത്ത നിങ്ങൾ ആ രണ്ടാമത്തെ കൊരിന്ത്യരുടെ രണ്ടാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം നിങ്ങൾ ആദ്യം മുതലേ വായിച്ചു വരുമ്പോഴേ പൗലോസ് ഓരോ മേഖലകളിൽ കയറി അവരെ അരിഞ്ഞ് ഇങ്ങനെ വെട്ടി അവരെ തിരുത്തി അവസാനം പറയുന്നത്, ഞാൻ ഇത്രയും സമയം നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ ലാഭത്തിനല്ല, എൻ്റെ പെട്ടി നിറയാനല്ല, എൻ്റെ മാത്രം അനുഗ്രഹത്തിനല്ല, നിങ്ങളിലൊരു ആത്മീയ വർധനവിന് തടസ്സമുള്ളതായി ഞാൻ കാണുന്നു. നിങ്ങളുടെ ഈ സ്വഭാവം നിങ്ങളുടെ ആത്മീയ വർധനവിന് തടസ്സമുള്ളതായി കാണുന്നു. ശുശ്രൂഷകന്മാരെ നിങ്ങൾ വില വയ്ക്കാത്തത് ആത്മീയ വർധനവിന് തടസ്സമുള്ളതായി കാണുന്നു. തീത്തോസിനെ നിങ്ങൾ വേദനിപ്പിക്കുന്നത് ആത്മീയ വർധനവിന് തടസ്സമുള്ളതായി കാണുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വഞ്ചനാ സ്വഭാവം ആത്മീയ വർധനവിന് തടസ്സമുള്ളതായി കാണുന്നു. ശുശ്രൂഷകരെ നിങ്ങൾ വിധിക്കുന്നത് ആത്മീയ വർധനവിന് തടസ്സമുള്ളതായി കാണുന്നു. ദൈവകാര്യങ്ങളിൽ നിങ്ങൾ ചിലവിടാത്തത് ആത്മീയ വർധനവിന് തടസ്സമുള്ളതായി കാണുന്നു എന്ന് തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ പൗലോസ് പറഞ്ഞു വന്നിട്ടാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് പ്രതിവാദിക്കുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദൈവത്തിൻ മുൻപാകെ ക്രിസ്തുവിലാകുന്നു ഞങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലവും നിങ്ങളുടെ ആത്മീയ വർധനവയ്ക്കായിട്ടത്രേ. സകലവും നിങ്ങളുടെ ആത്മീയ വർധനവയ്ക്കായിട്ട്. ഒന്ന് നെഞ്ചി കൈവച്ച് പറഞ്ഞേ, എൻ്റെ ആത്മീയ വർധനവിന് ഞാൻ ആകേണ്ടതുപോലെ ക്രിസ്തു എന്നെ ഇന്നാക്കി തീർക്കട്ടെ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ആത്മീയ വർധനവിന് ഞാൻ ആകേണ്ട പോലെ ക്രിസ്തു എന്നെ ആക്കി തീർക്കട്ടെ. എൻ്റെ ആത്മീയ വർധനവിന് ഞാൻ അതിന് ഉത്തമണ്ണം ദൈവം എന്നെ ആക്കി തീർക്കട്ടെ. അതിന്റെ തടസ്സം തൊട്ട് താഴെ പറയുന്നു. ആത്മീയ വർധനവിന്റെ ഒരു തടസ്സം മാത്രം പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എങ്ങനെ ആത്മീയ വർധനവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു എന്ന് പറയാം. ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്നും പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാനും സംഗതി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്തുവാ എൻ്റെ ഉദ്ദേശം എഫദ ഇൻ ജീസസ് മിനിസ്ട്രീസിൽ കർത്താവ് കൊണ്ടുവരുന്ന ഒരു ചെറിയ കുഞ്ഞെങ്കിലും മുതിർന്നൊരു വ്യക്തിയെങ്കിലും അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരാത്മീക വർധനവ് ഉണ്ടാകണമെന്ന് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ പൗലോസ്ലീഹായെ പോലെ ഒരു സമർപ്പിതനും അനുഭവവുമുള്ള ഒരു അപ്പോസ്തലന് എത്രയധികം തൻ്റെ സഭയ്ക്കകത്തുള്ള ഒരു ചെറിയ കുഞ്ഞെങ്കിലും വലിയ കുഞ്ഞെങ്കിലും സ്പിരിച്വൽ അതോറിറ്റിയുള്ള ഒരു വ്യക്തിയായി കാണണമെന്ന് തനിക്ക് ആഗ്രഹം ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ഭയപ്പെടുന്നു. ഇത് തൻ്റെ സ്പിരിറ്റിൽ തനിക്ക് തിരിച്ചറിഞ്ഞിട്ടാണ് പറയുന്നത്. ഇനി എൻ്റെ വരവിൽ ഈ സഭയിൽ ഇത്രയും മെമ്പേഴ്സ് കാണുമെന്ന് തോന്നുന്നില്ല. പൗലോസ് പറയുന്ന വാക്ക, ഞാൻ ഭയപ്പെടുന്നത് എൻ്റെ അടുത്ത വിസിറ്റിൽ, അല്ലെങ്കിൽ ഞാൻ കൊരിന്ത് സന്ദർശിക്കുമ്പോൾ ഈ സഭയ്ക്കകത്ത് ഇത്രയും മെമ്പേഴ്സ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണമാണ്, ഇനി ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ 19-20 വാക്യങ്ങൾ വായിച്ചാൽ ആത്മീയ വർധനവിനെ തടയുന്ന ഈ സംഗതികളെയെല്ലാം കാണാൻ പറ്റും. നമുക്കിടയിൽ നമ്മൾ ആത്മീയരാ എന്ന് പറഞ്ഞാലും ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ വിട്ടുകൊടുക്കണം കേട്ടോ. ആത്മീയരാ എന്ന് പറഞ്ഞാലും ഇതിനകത്ത് പറയുന്ന എല്ലാം ഒന്നും ഉണ്ടെന്ന് പറഞ്ഞില്ലേലും ഇതിനകത്തുള്ള എന്തൊക്കെയോ ഇതിനകത്തുള്ള ആരെയെങ്കിലുമൊക്കെ ചുറ്റിത്തിരിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ആത്മീയ വളർച്ച തന്നെയാണ്. നിങ്ങളുടെ ആത്മീയ വളർച്ച തന്നെയാണ് അതിൻ്റെ പ്രശ്നം.
നിങ്ങൾ ആത്മീയമായി ശോഷിച്ചാലേ, നിങ്ങൾ ആത്മീയമായി തളർന്നാലേ, നിങ്ങൾ ആത്മീയമായി അധപ്പതിച്ചാലേ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, നിങ്ങളിലേക്ക് ഇതിന് കയറാൻ പറ്റത്തുള്ളൂ, അതിൻ്റെ ക്രിയ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് നഷ്ടമാകത്തുള്ളൂ എന്ന് കണ്ട് 19ഉം 20ഉം വാക്യത്തിൽ പറയുന്ന എന്തെങ്കിലും ഒന്ന് ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന, സൂമിലോ യൂട്യൂബിലോ ഇരിക്കുന്ന ആരെയെങ്കിലും ഒരു കുഞ്ഞിനെയെങ്കിലും ഇതിനകത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, പൗലോസിന്റെ ദൈവത്തിന്റെ നാമത്തിൽ, കർത്താവും രക്ഷകനുമാകുന്ന യേശുവിന്റെ നാമത്തിൽ ആ ഇരുട്ടിന്റെ ആത്മാവിനെ വിശ്വസിക്കുന്നവന്റെ മേൽ നിന്ന് ശാസിക്കുകയാണ്. ഹല്ലേലൂയ. പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം, അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം, ഇതൊക്കെയും ഒരു മനുഷ്യന്റെ ആത്മീയ വർധനവിനെ തടയുന്നു. ഇത് ജഡത്തിന്റെ പ്രവൃത്തിയാണ്. ആത്മീയ വർധനവ് ഒരിടത്തും ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവനിൽ എന്തോ ജഡത്തിന്റെ ഒരു മോഡ് ആക്റ്റീവാണ്. ആത്മീയ വർധനവ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെകുത്താനെ മാത്രം പിടിക്കണ്ട. അവനിൽ ജഡത്തിന്റെ ഏതോ ഒരു ചെറുതോ വലുതോ ആയ ഒരു മോഡ്, ഒരൊറ്റ മോഡ് ഓപ്പണാണ്. നിങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഒരു ദിവസം, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ചായ തിളപ്പിക്കാൻ പോലും വെള്ളമില്ല. അപ്പോൾ വെള്ളം വരുമ്പോൾ കയറി കിടക്കത്തക്ക രീതിയിൽ 2000 ലിറ്ററിൻ്റെ ടാങ്കാണ് മേളിൽ മേടിച്ച് വെച്ചേക്കുന്നത്. 2000 ലിറ്ററിൻ്റെ ടാങ്ക്. അപ്പോൾ 2000 ലിറ്റർ എന്തായാലും ഈ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ തീർക്കത്തില്ല. തന്നെയല്ല, 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ വെള്ളം വരുന്നൊരു സ്ഥലമാണ്, വരുമ്പോൾ താനേ കയറി കിടന്നോളുകയും ചെയ്യും. ആ ടാങ്കിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ ചായ തിളപ്പിക്കാൻ വെള്ളമില്ല. തലേ ദിവസം രാത്രി വെള്ളം ഉണ്ടായിരുന്നു തന്നെ പൈപ്പിൽ. അപ്പോൾ അന്നേരം നോക്കിയപ്പോഴാണ് പ്രശ്നം എവിടെയും. അപ്പോൾ അയലോക്കത്തൊക്കെ ചെന്ന് അവർക്കൊക്കെ വെള്ളമുണ്ട്, ഞങ്ങൾക്ക് മാത്രം വെള്ളമില്ല. കാര്യം നോക്കിയപ്പോൾ ടാങ്കിനകത്ത് വെള്ളമില്ല എന്ന് പിടികിട്ടി. അപ്പോൾ ടാങ്കിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വരത്തുള്ളൂ, പിടികിട്ടി. അപ്പം ഞാൻ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എങ്ങനെ പിടികിട്ടാനാ? അവസാനം കിണറിൽ നിന്ന് മോട്ടർ കൊണ്ട് ഇതിലേക്ക് അടിച്ചു, ടാങ്കിലേക്ക് അടിച്ചു. ടാങ്കിലേക്ക് അടിച്ചിട്ട് ഞാൻ വീണ്ടും പരിശോധന തുടങ്ങി. ഞാൻ പരിശോധന തുടങ്ങിയ സമയത്ത് കാര്യം പിടികിട്ടി. ഒരു പൈപ്പ്, ഞങ്ങൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു മൂലയിലെ ഒരു പൈപ്പ് എൻ്റെ പൊന്നു മോൻ ചെന്ന് തുറന്നിട്ടേക്കുകയാണ്. ചെറിയ രീതിയിൽ തുറന്നിട്ടു. അത് ഞങ്ങളുടെ കണ്ണ് പെടാത്തത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊയ്ക്കൊണ്ടേയിരുന്നു. അത് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്നുമില്ല. അതിനകത്ത് ഈ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റിറ്റി പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ 3 ദിവസത്തിലൊരിക്കലേ വെള്ളം വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെയും ഞങ്ങൾ വീട്ടിൽ ബാക്കിയുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെയും ഈ ടാങ്കിലെ വെള്ളം കംപ്ലീറ്റായിട്ട് അങ്ങ് തീർന്നു. ഞാൻ അറിഞ്ഞില്ല. ഒരാവശ്യം വന്നു തുറന്നപ്പോഴാണ് സാധനം സ്റ്റോക്കില്ല എന്ന് മനസ്സിലായി. കാര്യം എന്താ? ഒരു ചെറിയ അശ്രദ്ധ. ആ പൈപ്പിലെ എൻ്റെ ശ്രദ്ധക്കുറവാണ് വെള്ളം പോയത്. വീട്ടിലെല്ലാ ടാപ്പും തുറന്നിട്ടിട്ടല്ല, ഒരൊറ്റ ടാപ്പ്. വീട്ടിലെല്ലാം ശ്രദ്ധിക്കുന്ന പൈപ്പുകളിൽ എപ്പോഴും ഞങ്ങളുടെ കണ്ണ് പോകും. വാഷ് ബേസിനിൽ പോകും, സിങ്കിൽ പോകും, വാഷ്റൂമിൽ പോകും, എല്ലായിടത്തും പൈപ്പും പോകും. പക്ഷേ ആ ഒരു കോർണറിലെ പൈപ്പ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. സഹോദര, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നതിനകത്തൂടെയൊന്നും അല്ല, നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടുന്ന, ശ്രദ്ധിക്കാതെ വിടുന്ന ചെറിയ മിസ്റ്റേക്സ് ആണ് നമ്മെ വലിയ നഷ്ടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ആത്മീയ ജീവിതത്തിലെ കാര്യവും. ആ ശ്രദ്ധിക്കാത്ത ഒരു ചെറിയ മേഖലയിലൂടെയാണ് ആ വെള്ളം മുഴുവനും ചോർന്ന് പോയിട്ട് അവസാനം ഉപയോഗിക്കേണ്ട ഒരു ഘട്ടം വന്ന സമയത്ത് ഇല്ല എന്നും, അന്നേരം ടാങ്കിൽ പോയി നോക്കിയപ്പോൾ ശൂന്യമാണെന്നും, നിറയ്ക്കാൻ ഇനി പൈപ്പിന് കനിഞ്ഞാലേ പറ്റത്തുള്ളൂ, ഇനി വാട്ടർ അതോറിറ്റിക്ക് കനിഞ്ഞാലേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായതുപോലെ നല്ല സമയമാണ് ഒന്ന് അവനവനെ തന്നെ ഒന്ന് ആത്മപരിശോധന ചെയ്യാൻ. കർത്താവ് വരുന്നതിനു മുൻപേ തൻ്റെ സഭയോട് ചേർക്കപ്പെടാൻ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത എവിടെയെങ്കിലുമൊക്കെയുള്ള ചോർച്ചകളുണ്ടെങ്കിൽ ഇന്ന് ഈ വചനത്തിൻ്റെ മുൻപാകെ ഒന്ന് സമർപ്പിച്ചടച്ചാൽ നിനക്ക് വലിയ കാര്യങ്ങൾ ഈ ആത്മവീര്യം കൊണ്ട് ചെയ്തെടുക്കാനുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആരോടോ ഇതിനകത്തൂടെ സംസാരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ചില മേഖലകളെങ്കിലും ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ടായിരിക്കാം
ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് ആത്മീയ വർധനവിലേക്കും വളർച്ചയിലേക്കും എത്താൻ കഴിയാത്തത്. എന്നാൽ ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളെ അടുത്ത ഒരു സ്പിരിച്വൽ പൊസിഷനിലേക്ക് ഉയർത്തുന്ന ഒരു അഭിഷേകം വെയിറ്റ് ചെയ്യുന്നു. അതിനായി ഒരുങ്ങിയാട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ശുശ്രൂഷകരാൽ നമ്മളെ ആത്മീയ വർധനവയ്ക്കായിട്ട് ഒരുക്കാറുണ്ട്. ഇതൊക്കെ ഇപ്പം ഞാൻ എന്ന ശുശ്രൂഷകനിലൂടെ ദൈവം നിങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിൽ ഒരു ആത്മീയ വർധനവയ്ക്കായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാത്മീയ വർധനവയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് താല്പര്യമുള്ള ഓരോ മക്കളെയും പരിശുദ്ധാത്മാവ് വളർത്തുകയും തൻ്റെ രാജ്യത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. 10 അധ്യായം 8 വാക്യത്തിലേക്ക് നോക്കി. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 10:8 ഇങ്ങനെ പറയുന്നു, നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്ന് അധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. ഒന്നും കൂടെ, നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരത്തെക്കുറിച്ച് ഒന്ന് അധികം പ്രശംസിച്ചാലും ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. അപ്പോൾ കണ്ടോ, ദൈവം ഒരു മനുഷ്യനെ ഒറ്റയ്ക്കല്ല പണിയുന്നത്. കർത്താവ് ഒരു മനുഷ്യനെ പണിയുന്നത് ദൈവത്തിൻ്റെ അഭിഷിക്തരിലൂടെയാണ്. നിങ്ങളത് റെസ്പെക്റ്റ് ചെയ്യണം. ദൈവത്തിൻ്റെ അഭിഷിക്തരിലൂടെ ദൈവം ഒരു വ്യക്തിയെ പണിതെടുക്കത്തുള്ളൂ. ഒറ്റയ്ക്കൊരു സ്വപ്നം കണ്ടാലുടൻ ഒരു വ്യക്തിയെ നേരെ ദൈവം പണിയത്തില്ല. ദൈവത്തിൻ്റെ അഭിഷിക്തരുടെ ശുശ്രൂഷയിലൂടെ. കർത്താവായ യേശുവിനെ ഈ ഭൂമിയിൽ അയക്കാതെ തന്നെ എന്തെങ്കിലും മറ്റൊരു പോംവഴി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവാം ദൈവത്തിന് ചെയ്യാമായിരുന്നു. പക്ഷെ യേശു എന്ന ക്രിസ്തുവിലൂടെ മാത്രമേ എന്താ ക്രിസ്തു? അഭിഷിക്തൻ. യേശു എന്ന അഭിഷിക്തനിലൂടെ മാത്രമേ കർത്താവ് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തുള്ളൂ. യേശുവിൻ്റെ ലീഡർഷിപ്പിലൂടെ മാത്രമേ ശിഷ്യന്മാർ പുറത്തേക്ക് വന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നിങ്ങളെന്ന വ്യക്തിയെ കർത്താവ് ഈ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയെ ഞാൻ എന്ന വ്യക്തിയിലെ ശുശ്രൂഷ കൊണ്ട് ദൈവം നിറയ്ക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ഒരു വളർച്ചയുണ്ടാകണമെന്നുള്ളതാണ്. നിങ്ങൾ അനുദിനം ഈ മെസ്സേജ് കേൾക്കുന്നത് ഒരിക്കലും നിങ്ങളുടെ ആശ്വാസത്തിന് മാത്രമാണെന്ന് കരുതരുത്. ദൈവത്തിന് എന്നോട് സംസാരിക്കാനുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതരുത്. എനിക്കൊരു സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ്, എനിക്കൊരു വിടുതലിന് വേണ്ടി മാത്രമാണെന്ന് കരുതരുത്. നിങ്ങളെന്ന വ്യക്തിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല ഫലമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല ഫലം, അത് പുറത്തു വരണമെന്നുള്ളതാണ് നമ്മുടെ ഓരോ ശുശ്രൂഷകൾ കൊണ്ടും ദൈവം ആഗ്രഹിക്കുന്നത്. ബൈബിൾ പറയുന്നു, നിങ്ങളെ ഇടിച്ചു കളവാനല്ല പണിവാനത്രേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില വചനങ്ങൾ നിങ്ങൾക്ക് വേദനാജനകമായി തോന്നിയിട്ടുണ്ടാകാം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ നിങ്ങൾ തുറന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത വചനമായിരിക്കും ദൈവം തന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് വചനം നോക്കുന്നവരാണ്, അല്ലേ? വചനം എടുക്കുന്നവരാണ് ദൈവഹിതം അറിയാൻ വേണ്ടി. അന്നേരം നിങ്ങൾ തുറക്കുമ്പോൾ പെട്ടെന്ന് വേദനിപ്പിക്കുന്ന ഒരു വചനമായിരിക്കും, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വചനമായിരിക്കും. നിങ്ങളൊരു പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആലോചന നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒന്നായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളോട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, ദൈവം എന്തെങ്കിലും ഒന്ന് ഭക്തന്റെ കാതുകളിൽ കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബൈബിൾ പറയുന്നു അതിടിച്ചു കളവാനല്ല. ഞാൻ ശരിക്കും ദൈവം ആഗ്രഹിച്ച ഒരു അനുസരണത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒത്തിരി ദൈവം എന്നെ വചനത്തിലൂടെ ശാസിച്ചിട്ടുണ്ട്. ഒരുപാട് വചനത്തിലൂടെ ശാസിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, വായിക്കുമ്പോൾ ഭീതി തോന്നുന്ന രീതിയിലുള്ള വാക്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ വായിച്ചു കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് എനിക്ക് മനസ്സിലാവും, എൻ്റെ കയ്യിലിരിപ്പ് ഇതായോണ്ടല്ലേ, ഞാനിങ്ങനെ ചെയ്യാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലേ കർത്താവ് ഇങ്ങനെ പറഞ്ഞേ, എന്നോട് ശാസിച്ചിട്ടുണ്ട്. എങ്കിലും ഒരപ്പൻ എന്നൊരു പദവി വിട്ട് ഒരു ശത്രു എന്നൊരു സ്ഥാനത്ത് ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല. കാര്യം എന്താ? എന്നെ പണിയണമെന്ന ഉദ്ദേശം മാത്രമേ ദൈവത്തിൻ്റെ ഓരോ സ്വരങ്ങൾക്കകത്തും ഉണ്ടായിരുന്നുള്ളൂ. ഓ ഹല്ലേലൂയ! ഞാൻ ആരോടോ ദൈവാത്മാവിൽ കണക്ട് ചെയ്യുകയാണ്. നിങ്ങൾ എത്ര തകർച്ചയിൽ കിടക്കുന്നവരായിക്കോട്ടെ, ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞ വ്യക്തി ആയിക്കോട്ടെ, താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന വ്യക്തി ആയിക്കോട്ടെ, കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഇടിച്ചു കളയണമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അത് ചെയ്യായിരുന്നു. മെല്ലെ 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 ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ താഴ്ന്നു പോകുന്നത് പോലെയും നാണം കെടുന്നത് പോലെയും ഗതി പിടിക്കാത്തത് പോലെയും ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ താഴ്ന്നു പോകണ്ട. ഒറ്റ സ്ട്രെച്ചിന് നിങ്ങളെ അങ്ങനെ തന്നെ അങ്ങ് നാശത്തിന് വിടാമായിരുന്നു. പക്ഷേ
ഇപ്പോഴും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ നിങ്ങളോട് പറയുന്നു, ദൈവം ആഗ്രഹിച്ച ഒരു വളർച്ച നിങ്ങൾക്കുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ഉയർച്ച നിങ്ങൾക്കുണ്ട്. നിങ്ങളെ പണിതുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ മെനഞ്ഞുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. നിങ്ങളെ ദൈവം കൈവിട്ടിട്ടില്ല, ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല, കർത്താവ് നിങ്ങളെ ഓർക്കുന്നു. ദൈവം കൈവിട്ട ഒരു കൊരിന്ത് സഭയാണെങ്കിൽ ഒരു പൗലോസിന്റെ ലേഖനം അവർക്ക് എത്തണ്ട. അശുദ്ധിയും കുശുകുശുപ്പും നിഗളവും അഹങ്കാരവും ഒക്കെയുള്ള ഒരു കൊരിന്ത് സഭയെ ദൈവം സ്നേഹിക്കുന്നില്ല എങ്കിൽ ഒരു പൗലോസിന്റെ ലേഖനം കൊരിന്തിലേക്ക് എത്തേണ്ട കാര്യമുണ്ടോ? വഴിയിൽ വെച്ച് പോസ്റ്റ്മാൻ്റെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയാൽ പോരെ ആ ലേഖനം? അല്ലെങ്കിൽ ദൂതൻ്റെ കൈ കൊടുത്തയക്കുമ്പോൾ ദൂതൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് മിസ്സായാൽ പോരെ? അല്ല, ഒരു ഷീറ്റ് കളഞ്ഞു പോയാൽ പോരെ? ഈ ലേഖനം അവിടെ എത്തുമോ? ഇല്ല. പിന്നെന്ത് ഈ ലേഖനം അവിടെ വായിക്കപ്പെട്ടു, കൊരിന്തിൽ വായിക്കപ്പെട്ടു. കൊരിന്തിലെ ദുഷ്കാമമുള്ളവനെ, കൊരിന്തിലെ അഹങ്കാരി, കൊരിന്തിലെ അഹങ്കാരിയെ, കൊരിന്തിലെ ഏഷണി പറയുന്നവനെ, കൊരിന്തിലത്തെ വാചാലന്മാരെ, കൊരിന്തിലത്തെ നിഗളികളെ എൻ്റെ അപ്പായ്ക്ക് വേണം, എൻ്റെ അപ്പായ്ക്ക് വേണം. കാരണം അവിടുന്ന് ഇവിടെ വന്നത് നീതിമാന്മാരെ തേടി അല്ല, പാപികളെ തേടി തന്നെയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുന്ന് ഇവിടെ വന്നത് വിശുദ്ധന്മാരെ തേടി അല്ല, പാപിയെ വിശുദ്ധന്മാരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ ശാപം പിടിച്ച ഭൂമിയിൽ ഒരു പാസ്റ്റർ പോലും വന്ന് കയറുന്നില്ലല്ലോ എന്ന്, നിങ്ങളുടെ ഗതി കിട്ടാത്ത അവസ്ഥയിൽ ഒരു മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലല്ലോ എന്ന്, എൻ്റെ ഈ വിഷയങ്ങൾ എനിക്ക് തുറന്നു പറയാൻ ഒരു മനുഷ്യനെ പോലും കിട്ടുന്നില്ലല്ലോ എന്ന് വിങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, കൊരിന്തിലേക്ക് പൗലോസിന്റെ ലേഖനം കടന്നു ചെന്നതുപോലെ ഈ വചനം നിന്റെ വീട് തേടി വന്നത് നീ മുടിഞ്ഞു പോകണമെന്ന് പറയാനല്ല, നിന്നെ പണിതെടുക്കുന്ന കർത്താവ് നിന്റെ സമീപം ഉണ്ട് എന്നറിയിക്കാനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പറയുന്നത്, എനിക്ക് തന്ന അധികാരത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇത് പൗലോസിന് മാത്രം പറയാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ, നമുക്കും പറയാം. എനിക്ക് ദൈവം തന്ന വചനത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, എനിക്ക് കർത്താവ് തന്ന ആലോചനയെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ ലജ്ജ മൂടിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒരു വലിയ മഹത്വത്തിൻ്റെ മാനം മൂടി നിൽക്കുന്ന അനുഭവത്തിലേക്ക് ഉയരാൻ ഇനി ചില മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കേൾക്കുന്നവന് ലജ്ജ തോന്നിയാലും പൗലോസ് പറയുന്നത്, എനിക്ക് ക്രിസ്തുവിൽ തന്ന അധികാരത്തെക്കുറിച്ച് എനിക്ക് ഒരു ലജ്ജയും ഇല്ല കേട്ടോ കൊരിന്തരെ എന്ന് പറയുക പൗലോസ്. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? വേണ്ട, ലജ്ജയുടെ ആവശ്യമില്ല. നമ്മളൊക്കെ വലിയ ലജ്ജയിൽ നിന്ന് നമ്മളൊക്കെ സേവ് ചെയ്യപ്പെട്ടത് ഈ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിൽക്കുന്നതുകൊണ്ടാട്ടോ. അപ്പോൾ ദൈവം ഒറ്റ പോയിന്റ് എത്തിയുള്ളൂ അല്ലേ? ഒറ്റ കാര്യം, ശുശ്രൂഷകരിലൂടെ ദൈവം പണിയുന്നു, നമുക്ക് ആത്മീയ വർധനവ് വരുത്താൻ. രണ്ടാമത്, വചനത്തിലൂടെയും ദൈവം പണിയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലേക്ക് നിങ്ങൾ വന്നാൽ, രണ്ടാമത് കർത്താവ് നമ്മളെ പണിയുന്നത് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 14 അധ്യായം അതിൻ്റെ 3 മുതൽ വായിക്കുമ്പോൾ കർത്താവ് നമ്മളെ കൃപാവരങ്ങളാലാണ് ആത്മീയ വർധനവ് വരുത്തുന്നത്. കൃപാവരങ്ങളാലാണ് ആത്മീയ വർധനവ് വരുത്തുന്നത്. എങ്ങനെയാണ് നോക്കിയേ, പ്രവചിക്കുന്നവനോ ആത്മീക വർധനവയ്ക്കും. ഈ പേടിപ്പിക്കുന്ന പ്രവചനങ്ങളല്ല, ഈ പേടിപ്പിക്കുന്ന പ്രവചനങ്ങളുണ്ട്. പണ്ട് എൻ്റെ മദറിനോടൊരു പാസ്റ്റർ വന്ന് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മദറിനോട്, എൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മേ നിങ്ങൾ ഡയറിയിൽ എഴുതിയിട്ടോ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടങ്ങോട്ട് വരുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവ് എന്താണെന്നോ കൃപാവരം എന്താണെന്നോ പ്രവചനം എന്താണെന്നോ ഒന്നും അറിയേണ്ടത് ആദ്യം പോയി ഇങ്ങനെ നമ്മളൊന്നും അറിയാത്ത പോലെ ഈ കൊച്ചുകുട്ടി സ്കൂളിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? നഴ്സറി പിള്ളേർ സ്കൂളിൽ പോയി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ? അതുപോലെ പോയി ഇരിക്കുന്നൊരു സമയം. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ നിങ്ങൾ ഡയറിയിൽ എഴുതിയിട്ടോ. അപ്പോൾ അമ്മ ഓർത്തു എന്തോ വലിയ പ്രവചനം വരികയായിരിക്കും. നിങ്ങളുടെ ചെറുക്കനെ കത്തി വയ്ക്കാൻ സമയമായി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യാൻ സമയമായിരുന്നു. നിങ്ങളുടെ ചെറുക്കനെ കത്തി വെക്കാൻ സമയമായി, എഴുതിയിട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ പറ,
ചോരയും നീരുമുള്ള ഏതെങ്കിലും അമ്മമാർ അവിടെ പിന്നെ കേട്ടുകൊണ്ടിരിക്കും, എൻ്റെ അമ്മ അന്ന് ആ സഭയിൽ നിന്ന് ഇറങ്ങി. എന്തോ ചെയ്യാനോ വല്ലവിധനെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ഇങ്ങനെ ആഗ്രഹിച്ചു വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങൾ ഒരു 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 പരിജ്ഞാനമില്ലാതെ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചു വിട്ടാൽ വിശ്വാസി നിൽക്കുവോ പോവുമോ? അല്ല വിശ്വാസി ഉണ്ടാവുമോ വരുമോ? ആ സഭയുടെ ഇന്നത്തെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ സഭയുടെ അരികത്തൂടെ പോയ സമയത്ത് അവിടെയുള്ള 2-3 വിശ്വാസികൾ കാണുകയും അവർ ആ സഭയുടെ അവസ്ഥയെ പറയുകയും, ആത്മാവില്ല, ആത്മാവില്ല, ആത്മാവുമില്ല, ആത്മാക്കളുമില്ല ആ സഭയിൽ. പ്രൈസ് ദ ലോർഡ്. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരമ്മയുടെ അടുത്ത് പറയും, അതും ആദ്യമായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, 1-2 ആഴ്ചകളെ ആവുന്നുള്ളൂ കയറി പോയിട്ട് പറയുകയാണ്, എഴുതി വെച്ചോ നിങ്ങളുടെ ചെറുക്കൻ്റെ മേൽ കത്തി വെക്കാൻ സമയം. എന്തിനാ? സ്നാനം ഏക്കാൻ വേണ്ടി പറഞ്ഞ വർത്താനം അത്, വിടിവിക്കപ്പെടാൻ വേണ്ടി പറഞ്ഞ, എന്ന് വെച്ചാൽ കൃപയിലേക്ക് വരണം. ഉദാ ഉദ്ദേശം കൃപയിലേക്ക് വരാൻ ഇങ്ങനെയാണോ പ്രവചിക്കേണ്ടത്? പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മീക വർധനവയ്ക്കായിട്ട് ഉതകുന്നതെന്ന് ബൈബിൾ പറയുക. ആത്മാവ് അടിച്ചു പോകത്തക്ക രീതി അപ്പം ഫ്യൂസായെങ്കിൽ എന്തോ ചെയ്തന്നെ എൻ്റെ അമ്മ. അങ്ങനെ ഒരു മോന് വേണ്ടി അങ്ങനെ അന്നേരം ഇത് ആത്മാവ് ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നൊരു പ്രവചനമായി പോയി അല്ലേ? പ്രൈസ് ദ ലോർഡ്. പേടിപ്പിക്കുന്ന പ്രവചനങ്ങളല്ല അത് പ്രവചനം എന്ന വാക്ക് നമുക്ക് കൊടുക്കാനൊക്കത്തില്ല. അല്ലെ കള്ളപ്രവചനമെന്നോ വ്യാജാത്മാവെന്നോ പറയേണ്ടതായിട്ട് വരും. ബൈബിൾ പറയുന്നു, പ്രവചിക്കുന്നവനോ ആത്മീക വർധനവയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ബൈബിൾ പറയുന്നു പ്രവചനം ഒരു വ്യക്തിക്ക് ആശ്വാസമാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ ആ അവസ്ഥയിലോട്ട്, ഞാൻ എൻ്റെ അമ്മയുടെ അവസ്ഥയിലോട്ട് ഒന്ന് പെട്ടെന്ന് കണക്റ്റ് ആകേണ്ട ചിരിച്ചു പോയത് കേട്ടോ. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അപ്പോൾ ദൈവം കൃപാവരങ്ങളിൽ ഇപ്പം നിങ്ങളോട് ഒരു പ്രവചനം ദൈവാത്മാവ് അറിയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റിന് നിങ്ങൾ രണ്ടും ചിന്തിക്കണം. ദേഹിക്ക് സുഖം വരും എന്ന് പറഞ്ഞാൽ ഹായ് കൊള്ളാം. ഞാനൊരാളോട് പറയാം, ഞാനിപ്പം ഫ്രീഡ സിസ്റ്ററോട് പറയുകയാണ്, ഫ്രീഡ സിസ്റ്ററെ നാളെ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഒരു ബെൻസ് കിടക്കുന്നത് ഞാൻ കാണുന്നു. ഫ്രീഡ സിസ്റ്റർ ഇപ്പം എഴുന്നേറ്റോട്. എന്തിനാണെന്നറിയാം? ആ മുറ്റമൊക്കെ ഒന്ന് തൂത്തിടാൻ വേണ്ടി. നാളെ ബെൻസ് വരുമല്ലേ. സന്തോഷമുണ്ടായി. പക്ഷെ സ്പിരിറ്റിൽ എന്തെങ്കിലും ഒരു വർധനവ് നടന്നോ അവിടെ? ഒന്നും നടന്നില്ല, ഒരു വർധനവും നടന്നില്ല. എനിക്ക് നാളെ ബെൻസ് വീടിൻ്റെ മുന്നിൽ വരുമെന്ന് പറഞ്ഞു. അതെനിക്ക് വേറൊരു ദൈഹിക സുഖം. ബെൻസ് വന്നായിരുന്നെങ്കിൽ അതിലൊന്ന് നേരെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി അടിപൊളി നല്ല രസമല്ലേ, അങ്ങനെ ഒരു ലക്ഷറി കാറിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്, അത് വേറെ സുഖം. പക്ഷേ മറ്റെന്തെങ്കിലും ഒരു വർധനവ് അവിടെ നടന്നോ? ഇല്ല. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവിന് വേണ്ടിയും ദൈവമാണ് കാറ് തരുന്നത്. എനിക്ക് ഒരു തർക്കവും. കാരണം എന്നോട് ദൈവമാണ് പറഞ്ഞത് നിങ്ങൾക്കൊരു വൈറ്റ് കാർ വരുമെന്ന്. അങ്ങനെ തന്നെ കർത്താവ് ചെയ്യുകയും ചെയ്തു. വൈറ്റ് കാർ വന്നു. ദൈവത്തിൻ്റെ കൃപയാട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഈ പ്രവചനങ്ങളിൽ, ആത്മാവുള്ള പ്രവചനങ്ങൾ. അന്ന് ഞാൻ ആ കാറും കൊണ്ട് ഞാൻ ആ പ്രവചനം എനിക്ക് കിട്ടിയത് ഞാൻ ഒരിടത്ത് ഇന്നർ ഹീലിംഗ് മീറ്റിങ്ങിന് പോയപ്പോഴാണ്. അന്ന് ഞാനും എനിക്ക് മൂത്ത മോളേ ഉള്ളൂ. ആ മോളും എൻ്റെ വൈഫും കൂടെ ആ മീറ്റിങ്ങിന് പോയത് എങ്ങനെയാണെന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. ദൈവം തമ്പുരാന് മാത്രം. അതറിയാത്ത ഒരു പാസ്റ്ററാണ് പ്രവചിക്കുക. എൻ്റെ വൈഫിനോട് വന്ന് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ഒരു വൈറ്റ് കാർ വരുന്നത് ഞാൻ കാണുന്നു. വൈഫ് ഏറ്റെടുത്തു. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ദൈവം തന്നാലേ ഉള്ളൂ എന്ന് അവക്കറിയാം. ദൈവം തന്നാലേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ആ പ്രവചനം ഞാൻ ഏറ്റെടുത്തു. അതന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ളതായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? പകരം അതിന് മുന്നേ ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് സ്പിരിറ്റിൽ തന്ന് വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രൊഫസി ഞങ്ങളിലേക്ക് എത്തിക്കുന്നത്. കണക്റ്റ് ആവുന്നുണ്ടോ നിങ്ങൾക്ക് ഞാൻ എന്തുവായി പറയുന്നതെന്ന്? ദൈവമക്കളെ, കർത്താവ് നമ്മിൽ വരേണ്ട വർധനവ് നമ്മിൽ വരുത്തിയതിന് ശേഷം, നിങ്ങളുടെ മൈക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. കർത്താവ് നമ്മുടെ സ്പിരിറ്റിൽ വരേണ്ട, ജീവിതത്തിൽ വരേണ്ട, സ്വഭാവത്തിൽ വരേണ്ട, മാനസികാവസ്ഥയിൽ വരേണ്ട, മൈൻഡ് സെറ്റിൽ വരേണ്ട വർധനവ് വരുത്തിയതിന് ശേഷം വരുന്ന പ്രൊഫസി നടക്കും. ബിക്കോസ് ആ പ്രൊഫസി നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ഞാൻ ഡിസേർവ്ഡ് ആണ്. അതാണ് അതിൻ്റെ മീനിങ്. അല്ലാതെ വരുന്നതെല്ലാം വെയിറ്റ് ചെയ്യും.
അല്ലാതെ വരുന്നത് വെയിറ്റ് ചെയ്യും. പ്രവചിക്കുന്നവൻ ആത്മീക വർധനവയ്ക്ക് വേണ്ടി പ്രവചിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടായ്മയിൽ കൂടുന്ന ദൈവമക്കളോട് പറയും, നിങ്ങൾ പ്രവചനത്തിന് സ്ഥാനം കൊടുക്കുക, പക്ഷെ പ്രവചനമേ ശരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കരുത്. പ്രവചനമേ ശരണം എന്ന് പറഞ്ഞ് നിങ്ങൾ ജീവിക്കരുത്. എന്നോട് പല്ലുവേദനയുടെ കാരണം എന്താണെന്നൊന്ന് പ്രവചിച്ച് പറയാമോ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി നോക്കണം, അത് കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. ആ പല്ലുവേദന പാസ്റ്ററെ, ഗുളികയൊന്നും കഴിച്ചിട്ട് അങ്ങോട്ട് മാറി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയേച്ച് ഒന്ന് പറയാവോ? നിങ്ങൾ പറ, എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? അത് കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ഞാനത് പ്രവചിക്കണം, ഇതൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി വേറെ കുറച്ച് കാര്യങ്ങളിലൂടെ കേട്ടാൽ നിങ്ങൾ ഇതിനേക്കാൾ ചിരിക്കും. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഒരുപാട് മാറ്റം നമ്മുടെ ഫെദായിൻ ജീസസ് മിനിസ്ട്രീസിലുള്ള ദൈവമക്കൾക്ക് ഒരുപാട് സ്പിരിച്വലി അപ്ഡേറ്റ് ആയ ദൈവമക്കളാണ്. ഒരുപാട്. കാരണം അത് അവരുടെ തെറ്റല്ല. എനിക്ക് 100% അറിയാം. അങ്ങനെ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റല്ല, അത് അവർക്ക് ലഭിച്ച ടീച്ചിങ്ങിൻ്റെ അപര്യാപ്തതയാണ്. അവർക്ക് ക്രിസ്തു, ഇപ്പം എല്ലാവരും ബൈബിൾ കലക്കി കുടിച്ചിട്ടിരിക്കുന്നവരല്ല, ഞാൻ അടക്കമല്ല. അപ്പോൾ അത് അവർക്ക് ലഭിച്ച ടീച്ചിങ്ങിൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് ലഭിച്ച ടീച്ചിങ്ങിൻ്റെ അപര്യാപ്തതയാണ്. ഒരു പാസ്റ്ററോട് പ്രാർത്ഥിച്ചു നോക്കിയാൽ പല്ലുവേദനയുടെ കാരണം എന്താണെന്ന് പിടികിട്ടുമെന്ന് മാത്രം ചിന്തിക്കാനുള്ളൊരവസ്ഥ. അത് അവർക്ക് ലഭിച്ച ടീച്ചിങ്ങിൻ്റെ പ്രശ്നമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒത്തിരി പേര് എനിക്ക് ഡെയിലി കിട്ടുന്ന കമൻറ്റുകളിൽ ഒന്നാണ്, പാസ്റ്ററെ ഞങ്ങൾക്ക് ആത്മീയമായി വളരാൻ സാധിക്കും. എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ നിങ്ങളുടെ ആ ഒരു വാക്ക്. ദൈവത്തിനും അറിയാം, എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം. എനിക്ക് സ്പിരിച്വലി ഒരു വ്യക്തി വളരുന്നതിലുള്ള സന്തോഷം എന്തുവാന്നുള്ളത്. സ്പിരിച്വലി ഞങ്ങൾക്ക് ഒത്തിരി മനസ്സിലാക്കാൻ പറ്റുന്ന പാസ്റ്ററുടെ പ്രസംഗങ്ങൾ എഴുതി വെക്കാറുണ്ട്, റെഫറൻസുകൾ എഴുതി വെക്കാറുണ്ട്, പിന്നീട് അത് വായിച്ചു നോക്കാറുണ്ട്, ചില പോയിന്റ്സ് എഴുതി വെക്കാറുണ്ട്. എത്ര പേര് പറയുന്നുണ്ടെന്നറിയാവോ? ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറഞ്ഞത് ഈ പണി തന്നെയാണ്, ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു വ്യക്തി പ്രവചിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ആത്മീക വർധനവിനും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി കർത്താവ് ചെയ്യുന്നു. ഞാൻ പറയാം, എന്തിനാ നിങ്ങളുടെ കാതുകളിൽ പ്രവചനം കേട്ടെന്ന് പറയാം? നിങ്ങളെ ബ്ലെയിം ചെയ്യാനല്ല, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ വന്ന് വെറുതെ നിങ്ങളെ ആശ്വസിപ്പിക്കാനല്ല, വെറുതെ നിങ്ങളോട് എന്തെങ്കിലും പറയണമല്ലോ എന്നോർത്ത് പറഞ്ഞതല്ല. കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങളെ ഒരു പ്രവചനം കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുക എന്നുള്ളത് പ്രവചനത്തിൻ്റെ സ്വഭാവമാണ്. നിങ്ങളൊരു പ്രവചനം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലി വളരുക എന്നുള്ളത് പ്രവചനത്തിൻ്റെ സ്വഭാവമാണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മാവിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ആ ബൈബിളിൽ ഇങ്ങനെ തന്നെ പറയുന്നത്, പൊളിപ്പാനല്ല പണിവാനത്രേ ദൈവം ഇച്ഛിക്കുന്നത്. പൊളിപ്പാനല്ല പണിവാനത്രേ ദൈവം ഇച്ഛിക്കുന്നത്. ഒരു വചനോടെ പറയാനുള്ള സമയമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഇപ്പോഴേ നമ്മുടെ സമയം കഴിഞ്ഞു. റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് ഓടി വന്നേ. അവിടെ 19-ാമത്തെ വാക്യം പറയുന്നു, എങ്ങനെ നമുക്ക് ആത്മീയമായി വളരാം. ഇങ്ങനെ വളരാം. എങ്ങനെ? പ്രവചനം കേട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. ശുശ്രൂഷകന്മാർ അകമഴിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ട് മാത്രം കാര്യമില്ല. നിങ്ങളുടെ ഉത്സാഹം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനവയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. റോമർക്ക് എഴുതിയ ലേഖനം 14-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം. ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. ശ്രമിക്കണം. നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്, വീഴ്ത്താൻ ശ്രമിക്കും, പക്ഷെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല, പക്ഷെ ശ്രമിക്കണം. ആത്മീയമായി തളർച്ച തോന്നും, പക്ഷെ ശ്രമിക്കണം. ഇന്ന് മീറ്റിങ്ങിന് കയറണ്ട എന്ന് തോന്നും, പിന്നെ കേൾക്കാം എന്ന് തോന്നും, പക്ഷെ ശ്രമിക്കണം. എവിടെ നിങ്ങൾ ശ്രമം അവസാനിപ്പിക്കുന്നുവെന്നല്ല, അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നോ അത്രയും മതി മറ്റവൻ ഇടിച്ചു കയറാൻ. പ്രൈസ് ദ ലോർഡ്. അത്രയും മതി മറ്റവൻ ഇടിച്ചു കയറാൻ. നിങ്ങൾ ശ്രമം അവസാനിപ്പിക്കണ്ട. ബൈബിളിൽ എന്താ പറയുന്നത്? ആകയാൽ നാം സമാധാനത്തിനും അന്യോന്യം ആത്മീക വർധനയ്ക്കും ഉള്ളതിന് ശ്രമിച്ചുകൊള്ളുക. നിങ്ങൾ മടുപ്പ് കൊണ്ടും സാഹചര്യം കൊണ്ടും നിരാശ കൊണ്ടും സങ്കടം കൊണ്ടും
ഒരു ഞെരുക്കം കൊണ്ടുമൊക്കെ നിങ്ങൾ ഇതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചാലോ, ഇന്ന് പ്രാർത്ഥിക്കാതിരുന്നാലോ, ഇന്ന് മീറ്റിങ്ങിന് കയറാതിരുന്നാലോ, ഇനി ഒരു പാസ്റ്റർമാരെയും വിളിക്കാതിരുന്നാലോ, ഇനി ദൈവനാമത്തിന് വേണ്ടി ചിലവിടാതിരുന്നാലോ, ഇനി സഭയിൽ പോകാതിരുന്നാലോ, ഇനി ഈ പണിക്കേ ഇറങ്ങാതിരുന്നാലോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവന് സ്പേസ് കിട്ടി. ആ ശ്രമം നിങ്ങൾ പൂർണ്ണമായിട്ട് വിടണം എന്നല്ല, നിർത്തിയെങ്കിൽ എന്ന് ചിന്തിച്ചാൽ മതി. അതിനിടയിൽ മറ്റവൻ ഇടിച്ചു കയറും. നീ എവിടെ ശ്രമം അവസാനിപ്പിച്ചിട്ടുണ്ടോ അവിടെ പരാജയം കണ്ടിട്ടില്ലേ? എപ്പോൾ പ്രാർത്ഥന നിർത്തിയിട്ടുണ്ടോ അപ്പം സാത്താൻ കയറിയിട്ടില്ലേ? എപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടോ അപ്പം പാപ സ്വഭാവം നിന്നിൽ തലപൊക്കിയിട്ടില്ലേ? എപ്പോൾ നിങ്ങൾ ദൈവവുമായിട്ടുള്ള കണക്ഷനകത്ത് ചാർജ് കുറഞ്ഞോ അപ്പം തന്നെ വേണ്ടാത്ത സ്വഭാവങ്ങളിലേക്ക് നിങ്ങളുടെ ചിന്ത വഴുതി വീണിട്ടില്ലേ? എപ്പം നിങ്ങൾ ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹം കുറഞ്ഞോ അപ്പം തന്നെ നിങ്ങളെ രോഗം കീഴ്പ്പെടുത്തിയിട്ടില്ലേ? പല നഷ്ടങ്ങൾ വന്നിട്ടില്ലേ? ഇതാണ് അതിൻ്റെ സൈൻ. അത് നിങ്ങൾ സാത്താനെ വാ പറഞ്ഞിട്ടല്ല, അവൻ അവിടെ വരും. ശ്രമം എന്നത് നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. നിങ്ങളത് ശ്രദ്ധിച്ചേ. ഒരു വാഴ അതിൻ്റെ തണ്ട് വെച്ച് നമ്മൾ വെട്ടുന്നു, അത് പിന്നെയും അതിൻ്റെ നടുവിൽ നിന്ന് വീണ്ടും വളരാൻ ശ്രമിക്കും. ഒരു ചെടി നിങ്ങൾ മണ്ണിൽ നിന്ന് വേർവിടിവിച്ച് അതേ മണ്ണിൽ തന്നെ നിങ്ങൾ ഇട്ടേക്കുന്നു. ആ വേര് അതിൻ്റെ മണ്ണുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ പരമാവധി എവിടുന്നെങ്കിലുമൊക്കെ വലിഞ്ഞ് കയറി ആ മണ്ണിനടിയിലേക്ക് താനേ പോയി മെല്ലെ പുതിയ മുകളങ്ങൾ പുറത്തേക്ക് വിടാനായിട്ട് ശ്രമിക്കും. ഒരു മീന് അതിൻ്റെ വെള്ളത്തിൽ നിന്നെടുത്ത് കരയിലേക്ക് അതിനെ വയ്ക്കുന്നു. പരമാവധി അതിൻ്റെ ശരീരത്തിലുള്ള ജീവവായു കൊണ്ട്, ആരോഗ്യം കൊണ്ട് തുടിച്ചു വെള്ളമുള്ളിടത്തേക്ക് ചാടി ചെന്ന് വീഴാൻ ശ്രമിക്കുന്നു. അങ്ങനെ തന്നെയാണ് പല കാര്യങ്ങളും നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചാലും പരമാവധി അത് നിലനിൽക്കാനായിട്ട് ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചും അവനെ ആത്മീയമായി തളർത്താൻ പലപ്പോഴും സാഹചര്യങ്ങളും മനുഷ്യനും സാത്താനും ഒക്കെ ശ്രമിക്കും. പക്ഷേ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാം, സാത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവം തൊട്ട നിനക്കായിക്കൂടാ? നിങ്ങൾ വീണ്ടും ജയിക്കാൻ കർത്താവിനോട് നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവൻ വീണ്ടും നിങ്ങളെ വീഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്കിൽ എന്തുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് ദൈവവുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ശ്രമിച്ചുകൂടാ? കാരണം നിങ്ങൾ വീണ്ടും ദൈവവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവൻ നിങ്ങളെ വീഴ്ത്താൻ ശ്രമിക്കുന്നെങ്കിൽ വീണുപോയ നിങ്ങൾക്ക് വീണ്ടും എന്തുകൊണ്ട് ദൈവവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുകൂടാ? ദൈവം നിങ്ങളെ ഇടിച്ചു കളവാനല്ല, പണിവാനത്രേ ആഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്നതും പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നതും. വചനത്തെ ദൈവം, ആ ദൗർലഭ്യത്തെ മാറ്റി ദൈവം ധാരാളമായി വചനത്തെ നിങ്ങളിലേക്ക് വിടുന്നതും, തൻ്റെ കൃപാവര ശുശ്രൂഷകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാശ്വാസമായി അയക്കുന്നതും, നിങ്ങളെ ഉത്സാഹമുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതും. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാത്മീയ വർധനവിന് വേണ്ടി പ്രിയപ്പെട്ട സുഹൃത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് അത് നിങ്ങളുടെ മേൽ കൃപയാൽ പകർന്നു തരാനായിട്ടാകും. ഒരു അഭിഷേകത്തിൻ്റെ പകർച്ച, ഒരഭിഷേകത്തിൻ്റെ പുഷ്ടി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ നിങ്ങളെ ആത്മീയമായി ശോഷിപ്പിക്കുന്ന ചിലതിനെയൊക്കെ കർത്താവ് ഇന്ന് തന്നെ അതിൻ്റെ അടിവേരുൾപ്പെടെ ദൈവം ബ്രേക്ക് ചെയ്ത് കളയും. റേബാനകസിയാന്തേരെ ഒരാത്മീയ വർധനവിൻ്റെ അഭിഷേകം ലേഖമായ ശാന്തരലവ ഇതിനകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ഇതിനകത്ത് ചലിച്ചു എല്ലാ ഉത്സാഹത്തെ മടുപ്പിക്കുന്ന, എല്ലാ ഉത്സാഹത്തെ കെടുത്തുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ നിങ്ങളിത് വ്യക്തിപരമായി പ്രാർത്ഥിച്ചോണം. വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ എന്തോ ഒരു ദൈവിക ഡെലിവറൻസ് വ്യക്തിപരമായി തന്നെ കർത്താവ് നൽകുകയാണ്. നിങ്ങളുടെ അകത്ത് കയറിയിരിക്കുന്ന, കർത്താവ് എന്നോട് അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറയുന്നു, അകത്ത് കയറിയിരിക്കുന്ന ചീർത്തിരിക്കുന്ന ചില കോപം, ചീർത്തിരിക്കുന്ന ദേഷ്യം,
ചീർത്തിരിക്കുന്ന നിരാശ, കർത്താവ് എന്നോട് പറയുന്നു, ജഡ മനസ്സായിട്ടിരിക്കുന്ന ചില മക്കൾ അവരറിയുന്നില്ല, അവരുടെ ആത്മീയ ശോഷണം അവരറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് സ്പിരിച്വലി ഒരു ഗ്രോത്ത് ഇല്ല. വചനം കേൾക്കുമ്പോൾ മാത്രമുള്ള ഒരു സന്തോഷം, സമാധാനം, പക്ഷെ ഒരു പരിധിക്കപ്പുറം അവർക്ക് ഉയരാൻ കഴിയുന്നില്ല. അതിന് തടസ്സമായി നിൽക്കുന്ന ആ മനസ്സിൽ ചീർത്തിരിക്കുന്ന ദുഷ്ട സ്വാധീനങ്ങൾ, ക്യാരക്ടറിസം, ഇപ്പോൾ നിന്റെ ആത്മീയ വർധനവിനും ബ്ലെസ്സിങ്ങിനും എതിരെ നിൽക്കുന്ന ആ ദുഷ്ട ശക്തി ഇന്ന് താങ്കളെ വിട്ടുമാറട്ടെ. ഇപ്പോൾ ഞാൻ ആ ഡെലിവറൻസ് പവർ ഇതിനകത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. ദൈവ മക്കൾ തന്നെ അറിയാതിരിക്കുന്ന പിണക്കങ്ങൾ, ദൈവ മക്കൾ തന്നെ റിയലൈസ് ചെയ്യാതിരിക്കുന്ന, റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുന്ന കോപം, എല്ലാ നിഗളം, കുശുകുശുപ്പ് എല്ലാം കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ ഇന്ന് വിട്ടു നീങ്ങട്ടെ. പ്രാർത്ഥിക്കുക. കർത്താവ് വലിയ ചലനങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ചലിക്കാത്ത ചില മേഖലകൾ, നിങ്ങളുടെ ബ്ലെസ്സിങ്ങിന്റെ മേഖലകൾ, ജോലിയുടെ മേഖലകൾ, അഭിവൃദ്ധിയുടെ മേഖലകൾ, സമാധാനത്തിന്റെ മേഖലകൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം തന്നെ പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ചെയ്യട്ടെ. സമർപ്പിക്കുന്ന ചിലരുടെ ജീവിതത്തിലെല്ലാം ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നുണ്ട്. In the name of Jesus, ആത്മീയ വർധനവിനെ തടയുന്നതിനെ എല്ലാം ഞങ്ങൾ ഇടിക്കുന്നു. ആത്മീയ വർധനവിനെ തടയുന്നതിനെ എല്ലാം ഞങ്ങൾ ഇടിക്കുന്നു. ആത്മീയ വർധനവിനെ തടയുന്നതിനെ എല്ലാം ഞങ്ങൾ ഇടിക്കുന്നു. ആത്മീയ വർധനവിനെ തടയുന്നതിനെ എല്ലാം അവനവൻ തന്നെ ഇപ്പോൾ പ്രാർത്ഥിച്ചേ. അവനവൻ തന്നെ പ്രാർത്ഥിച്ച് ഈ സമയം അവനവൻ തന്നെ ഇങ്ങനെ പറഞ്ഞേ: എന്റെ ആത്മീയ വർധനവിനെ തടയുന്ന, എന്റെ ഭൗതിക നന്മകളെ തടയുന്ന, എന്റെ സമാധാനത്തെ തടയുന്ന, എന്റെ ഉയർച്ചകളെ തടയുന്ന, എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലത്തെ ഊഷ്മളമായ അനുഭവങ്ങളെ തടയുന്ന, എന്റെ ഉത്സാഹത്തെ മടുപ്പിക്കുന്ന, എന്നെ ക്ഷീണമുള്ളവനാക്കുന്ന, എന്നെ തളർത്തുന്ന, നിരാശപ്പെടുത്തുന്ന, കോപിപ്പിക്കുന്ന അശുദ്ധാത്മാവിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. Oh, Jesus name. വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. ദൈവവുമായി കണക്ട് ആകുക. നിങ്ങളുടെ ബുദ്ധി കൊണ്ടല്ല, നിങ്ങളുടെ ആകം കൊണ്ട് കണക്ട് ആകുക. അപ്പനോട് പറ: അപ്പാ, ഒരു പുതിയ വളർച്ച എനിക്ക് വേണം. അതിനുള്ള അഭിഷേകം എനിക്ക് തന്നേ പറ്റൂ. എൻ്റെ ഈ ഒരു ആത്മീയ ജീവിതം എനിക്ക് പോരാ. എനിക്ക് അടുത്തൊരു തലത്തിലേക്ക്, അടുത്തൊരു ഘട്ടത്തിലേക്ക് എനിക്ക് വളർന്ന് കയറണം. എന്നെ അവിടുന്ന് ഹെൽപ്പ് ചെയ്യണം. എന്നെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ നിവർത്തിയാകണം. ഞാൻ കേട്ട ദൈവശബ്ദം നിവർത്തിയാകണം. ഞാൻ കണ്ട സ്വപ്നങ്ങൾ, ദൈവം എന്നെ കുറിച്ച് കാണിച്ച സ്വപ്നങ്ങൾ എനിക്ക് നിവർത്തിയാകണം. എനിക്ക് കെട്ടുപൊട്ടണം കർത്താവേ. എനിക്ക് ഗുഹ വിട്ട് പുറത്തു വരണം. എനിക്ക് പ്രകാശം കാണണം. ഇത് പ്രാർത്ഥിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവരെ ഒരു മഞ്ഞ് മൂടുന്നത് പോലെ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങുന്നത് എനിക്ക് ആത്മാവിൽ കാണാം. മഞ്ഞ് മൂടുന്നത് പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്. മഞ്ഞ് മൂടുന്നത് പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്, ആ ദൈവശക്തി വെളിപ്പെടുന്നത് എനിക്കെന്റെ സ്പിരിറ്റിൽ എനിക്കത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Mighty Spirit of the God, Jesus. Mashana Elohim Elabia El Mahziyarahuma. Spirit of God, ആ ദൈവ സാന്നിധ്യം അവിടെ മൂടുകയാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഇന്ന് രാത്രിയിൽ സ്പിരിച്വൽ അപ്ഡേഷൻ ഇതിനകത്ത് നടക്കുന്നു. മഹാ
പിതാവേ, ഈ സമയം അങ്ങയുടെ മക്കളാണ് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ആ ദൈവ സാന്നിധ്യം ഇവരെ ഓരോരുത്തരെയും ഇന്ന് രാത്രിയിൽ വചനമായും സാന്നിധ്യമായും അഭിഷേകമായും തൊട്ട് ഇവരോട് സംസാരിച്ചതിനായി ഞാൻ അപ്പയെ സ്തുതിക്കുന്നു. അങ്ങ് എത്ര നല്ലവനപ്പ, അങ്ങയുടെ സാന്നിധ്യം എത്ര യാഥാർത്ഥ്യം, അങ്ങയുടെ പ്രസൻസ് എത്ര സത്യം, അങ്ങയുടെ വചനം എത്ര ആഴമുള്ളത്. ആ വചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്, ആലോചനകളെ സ്വീകരിക്കുകയാണ്, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുകയാണ്. ഇന്ന് ദാഹത്തോടെ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ മക്കളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത സമയങ്ങളിലായി ഈ മീറ്റിംഗിൽ അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പാ, അവരൊന്നും പ്രാപിക്കാത്തവരായി ഇതിനകത്തുനിന്ന് അയക്കല്ലേ എന്റെ ദൈവമേ, നീ സ്പർശിച്ച് ഇവരെ മുദ്രയിട്ട് ഇവരുടെ ആത്മീയ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ള എല്ലാ പരിരക്ഷയും നൽകി അങ്ങയുടെ മക്കളെ അയക്കണം. ദാഹമുള്ളവരാകുന്നുവല്ലോ, കൊതിയുള്ളവരാകുന്നുവല്ലോ, പ്രാർത്ഥിക്കുന്നവരാകുന്നുവല്ലോ. ഇവരോട് ദൈവം മനസ്സറിയണം. അങ്ങയുടെ മക്കളെ ഞാൻ നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിക്കുന്നു. കർത്താവ് സ്നേഹിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുന്നതോടൊപ്പം, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ വീഡിയോ ലിങ്ക്സ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഈ നമ്പറിൽ നിങ്ങൾ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ചാനലിലെ എല്ലാ ദിവസത്തെയും മീറ്റിംഗ്സ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ആകാനായിട്ട് സാധിക്കും. അതിനകത്ത് എല്ലാ മീറ്റിംഗ്സിനെ കുറിച്ചും സ്പെഷ്യൽ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ ലഭിക്കും. രാവിലെ 6:30 മോർണിംഗ് മെസ്സേജ് ഉണ്ട് യൂട്യൂബിൽ. വൈകുന്നേരം 6:30 യൂട്യൂബിലും സൂമിലുമായി റെഗുലർ സർവീസ് ലൈവായിട്ട് നടക്കുന്നു. ഈ ശുശ്രൂഷകളിലെല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അനുവാദവും അവസരവും ഉണ്ട്. നിങ്ങളത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ, ഞങ്ങളുടെ മിനിസ്ട്രിയും കൂടെ ഓർത്താട്ടെ. കർത്താവായ ദൈവം നിങ്ങളെല്ലാം നന്മകളാലും സകല നന്മകളാലും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. ഗാഡ് ബ്ലസ്.